ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അൽഫാമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയിലോട്ട് എടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങളാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല റെഡിയാക്കാം. മസാലയ്ക്ക് നമ്മൾ എടുത്തുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 4 പച്ചമുളകും ചെറിയ കഷ്ണം തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ടൊക്കെ എടുക്കാൻ മതി. നല്ല കട്ട തൈര് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറുനാരങ്ങൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് മുമ്പ് നമ്മളൊരു കാര്യം വിട്ടുപോയി. ചിക്കൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് റെഡിയാക്കാം. ഇതുപോലെ ചെറിയ ഒരു സ്ക്വയർ ആകൃതിയിലുള്ള ചെറിയൊരു കുഴി നമ്മളെടുത്ത് നമ്മളെ ഗ്രില്ലിൻ്റെ വലുപ്പത്തിന് ആവശ്യത്തിലുള്ള കുഴി എടുക്കാം. അതിൻ്റെ ചുറ്റും നമ്മൾ കട്ട വെച്ചിട്ടാണ് നമ്മൾ കരി റെഡിയാക്കാം. ഉള്ള മുട്ടി കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇതുപോലെ കനലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ലിൽ ഓരോ കഷ്ണങ്ങളായി വെച്ച് നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം. 2 സൈഡ് നന്നായിട്ട് വേവിക്കുക. അയ്യോ, സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ഹെവി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് തിന്നാൻ തോന്നും. പക്ഷേ വേവുന്ന വരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ. സംഭവം സെറ്റായി നമുക്ക് ഗ്രില്ലിൽ നിന്ന് എടുക്കാം. ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളി അൽഫാം നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.